ഹായ് ഫ്രണ്ട്സ്, നമ്മളതേ അപ്പോൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കണേട്ടാ. ഊബറൊന്നും ഓൺലൈനിലാക്കിയിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 10:57 ആയിട്ടുണ്ട്, 11 മണി ആറായിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, ഓഗസ്റ്റ് 23. അപ്പോൾ വരുന്ന ബുധനാഴ്ച ഓടമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല ഓട്ടമായിരുന്നു ഊബറിൽ. അത് കഴിഞ്ഞ ഒരു ശനിയാഴ്ച തൊട്ട് നോക്കാനാണെങ്കിൽ ഈ ഒരു ഞായറാഴ്ച വരെ അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടം ഉണ്ടായി. അപ്പോൾ ഇനി അടുത്ത വീക്ക് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ബുധനാഴ്ച ഓണമാണ്, വരുന്ന ബുധനാഴ്ച. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു വീക്ക് ആ ഒരു ഞായറാഴ്ച വരെ നല്ല ഓട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയും കൂടി വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 2-3 ആഴ്ചത്തേക്ക് നല്ല ഓട്ടമാണ്. ഒരാൾ പോലും ഓട്ടം ഇല്ലെന്ന് പറഞ്ഞിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. എത്ര ഇതായിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിലും, ഇപ്പോൾ ഊബർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി, ഊബർ ഐ ഡി ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി റാപ്പിഡോയിലൊക്കെ നല്ല രീതിക്ക് കിടന്ന് ഓടാൻ പറ്റും. പിന്നെ കേരള സവാരി നോക്കാൻ നേരത്ത് ഊബറിൽ റാപ്പിഡോയിലും അത്യാവശ്യം ഫെയർ സർജുള്ള സമയത്ത് ഫെയർ കൂടുതലുണ്ടാവും. പക്ഷേ കേരള സവാരിയിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര രൂപ ഓടാൻ പറ്റും, എങ്ങനത്തെ ട്രിപ്പൊക്കെ ആയിരിക്കും കിട്ടണം, അങ്ങനെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സൺഡേ ആണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല ഓട്ടം ഉണ്ടായി. ഇപ്പോൾ സൺഡേ ആണെങ്കിലും അല്ലെങ്കിലും നല്ല ഓട്ടമാണ്. ഇപ്പോൾ അടുത്തൊരാഴ്ച നല്ല ഓട്ടം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച, അപ്പോൾ ഒരു 2-3 ആഴ്ച നല്ല ഓട്ടമുള്ള സമയമാണ്. അപ്പോൾ അത് സാധാരണ നോർമൽ ഡേയ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഇപ്പോഴുള്ള ഈ ഓട്ടങ്ങൾ ഈ ഒരു 2-3 ആഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ. ഒരു സീസണൽ ഓട്ടം പോലെയുള്ള ഒരു ഓട്ടങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഒരുപാട് ഓട്ടം ഉണ്ടാവുമെന്ന, അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവുമെന്ന ഈ ഒരു റേറ്റൊക്കെ ഇനി ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞാലും ഉണ്ടാവുമെന്ന വിചാരിച്ചിട്ട് ആരും വണ്ടി എടുക്കാനോ ഇതൊന്നും നിൽക്കരുത്. നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടം ഇല്ലാത്ത സമയത്തെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. നേരത്തെയും ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ, എത്ര രൂപ ഓടാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ ഒരു രാവിലെ ഇറങ്ങണമെന്ന് ഓർത്താണ്, ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഒരു വൈകിട്ട് ഒരു 5 മണി വരെയൊക്കെ ഓടാൻ ചാൻസ് ഉള്ളു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇന്ന് ഇതേ ഊബറൊക്കെ ഓൺ ചെയ്യാൻ പോകണം. ഇതൊരു ഓൺ ചെയ്തിട്ടില്ല, ഇവിടെയൊക്കെ സർച്ച് ഉണ്ട് നല്ല. അപ്പോൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട്, ഇതേടാ നല്ല സർജാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര റേഞ്ച് ചെയ്യാൻ പറ്റും, എങ്ങനെയുള്ള ട്രിപ്പൊക്കെ കിട്ടണം, ട്രിപ്പിന് അത്യാവശ്യം ഫെയർ ഉണ്ടാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെയർ ഉണ്ടാവും. പിന്നെ വൈകിട്ടായി കഴിയാൻ നേരത്ത് നല്ല ബ്ലോക്കും ഉണ്ടാവും, നല്ല ഫെയറും ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പ് ഞാൻ പരിപാടി നിർത്താനുള്ള ഒരു പ്ലാനൊക്കെയാണ്. എങ്ങനെയൊക്കെയാവും, എങ്ങോട്ടൊക്കെ ട്രിപ്പ് കിട്ടും, എന്തൊക്കെ അവസ്ഥയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഊബർ ഇതേ ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേട്ടോ, റാപ്പിഡോ കൂടി ഓൺലൈനിലാക്കി. ഇത് മറ്റേ ഷെഡ്യൂൾ ചെയ്തേക്കണ ട്രിപ്പാണ് വന്നേക്കണത്. ഓൺ ചെയ്തപ്പോഴത്തേന് 12:30 കച്ചേരിപ്പടി കലൂര് വരെ വേണ്ട 350 രൂപ കാണിച്ചേക്കണം. ഊബർ ഓൺ ചെയ്തപ്പോൾ തന്നെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരിക്കും ചറപറ. അത്യാവശ്യം എവിടെ ചെന്നാലും ഇതേണ്ട. ഇപ്പോൾ ഒരു ഇത് കിട്ടി, 12 കിലോമീറ്റർ ഇതേണ്ട, 350 രൂപ. പിക്കപ്പ് എന്തോരം ദൂരം ഉണ്ടെന്നാവും. 2.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അതിലും കിലോമീറ്റർ കുറയും. ഈ വഴി ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇതേ ഓൺ ചെയ്തപ്പോൾ തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്ട, നമ്മുടെ CNG ഒക്കെ ഇത്തിരി കുറവാണ്. എവിടെയെങ്കിലും കയറ്റി CNG ഒക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പോയി പിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. ഓണപ്പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ട്രിപ്പ് പിക്ക് ചെയ്യാൻ വേണ്ടോ. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇതേ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ടൗൺ ഹാളിലേക്കായിരുന്നു എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ 333 രൂപ അതിൽ കിട്ടിയത്. 12 കിലോമീറ്ററാണ്. 12 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ടായത്. സാധാരണ നോർമൽ അവിടെ സർജ് ഉണ്ടായതുകൊണ്ടിട്ടാണ്. അല്ലെന്നാണെങ്കിൽ നോർമൽ റേറ്റിന് പറഞ്ഞ് നോക്കാനാണെങ്കിൽ വല്ല 250 രൂപയൊക്കെ കിട്ടുള്ളൂ ഇങ്ങോട്ട്. 250 രൂപ കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ വന്നേക്കുന്ന സ്ഥലത്ത് സർജ് ഇല്ല, എന്നാലും പെട്ടെന്ന് തന്നെ ട്രിപ്പ് അടിക്കും. വാഴക്കാലൊക്കെ ഇതേ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിട്ടാ. ഞാൻ ഇപ്പം നൈസായിട്ട് ഒന്ന് ഓഫ്ലൈനിലാക്കിയിട്ടേ CNG ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതൊന്ന് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക, ഒന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്താൻ. CNG അടിക്കാൻ ഞായറാഴ്ച കൊണ്ട് കുറച്ച് തിരക്കുറവുണ്ടാന്ന് ഓർത്തിട്ട് രക്ഷയില്ല കേട്ടോ. ഞായറാഴ്ചയും ഇത് തന്നെ അവസ്ഥ. അത് നമ്മൾ ഓഫ്ലൈനിലാക്കി ഇട്ടിട്ട് CNG 2 വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് 1/2 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് എത്തി.
വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. അതിന് മുമ്പ് കുറച്ച് നേരം ഓടാല്ല. അതോടത്തപ്പോഴേക്കും CNG ഇല്ലാത്തതുകൊണ്ടിട്ട് ഇനി കുറച്ച് നേരം പോസ്റ്റ് ആവും. നൈസായിട്ടൊന്ന് മൂഞ്ചട്ടിക്കണേ. CNG അടിച്ചില്ല, പ്രഷറില്ല തന്നെ അവിടെ. അത് മാത്രമല്ല പിന്നെ ലോഡ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ പ്രഷർ ആവുമെന്ന് പറഞ്ഞു. തീരാറുമായിട്ടുണ്ടായി. അപ്പോൾ ഇത് കണ്ട ഒരു 10-15 മിനിറ്റ് അവിടെ വെറുതെ കിടന്ന് 12 മണി വരെ 11:45 തൊട്ട് 12 മണി വരെ ആ ക്യൂവിൽ വെറുതെ കിടന്ന്. ആ സമയത്ത് ഒരു ട്രിപ്പ് എടുത്തിച്ചെങ്കിൽ കംപ്ലീറ്റ് എങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ അപ്പോൾ പിന്നെ അവിടെ നിന്നില്ല. ഇനി ഒരു 20 മിനിറ്റ് വേണം ആ ലോഡ് കയറ്റാനെന്ന്. പിന്നെ മടുപ്പായി. വണ്ടി എടുത്തുണ്ടെങ്കിൽ അവിടെ പോന്നു. പിന്നെ ഇതേ പിന്നെ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഏരിയയിലായിട്ട് പോകുമ്പോൾ ഒരു ട്രിപ്പ് ഇപ്പോൾ കിട്ടുമെന്നാണെങ്കിൽ വേറെ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണം അടുത്ത ട്രിപ്പിനായിട്ട്. ചോറ്റാനിക്കര കടിക്കുന്നുണ്ട്. സൗത്തിൽ നിന്നാണ് പോണ വഴിക്ക് CNG അടിക്കാൻ പറ്റുമോന്നൊന്ന് ചോദിച്ചു നോക്കാൻ വിളിച്ചിട്ട്. എന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് പെടും. തീന്നല്ല കേട്ടോ, അത് ഇവിടെ അടുത്തൊന്നും തന്നെ. അപ്പോൾ സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞു പമ്പിക്കാരണേനി. അതേ പിക്കായിട്ട് പോയി. ഒരു തിരക്കുമില്ല, ഇനി സമാധാനം വേണ്ട. CNG അടിക്കാൻ കൂടെ ഒരു വണ്ടിയില്ല, അടിച്ചണ്ടിരിക്കണേ. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഊബറിൽ അടുത്ത ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. കയറിയ കസ്റ്റമർ ചെക്കനാണ്. അവൻ മറ്റേ കാറ്ററിങ്ങിൻ്റെ ഇതിന് പോയിട്ട് തന്നെയായിരുന്നു. വെള്ളത്തിൻ്റെ സാധനമൊക്കെ ഉണ്ട്, അതിൻ്റെ പരിപാടി ഒഴിക്കാൻ പോയിച്ചെന്നൊക്കെ പറഞ്ഞത്. കയറിയിട്ട് അവനൊരു 200 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ആളാന്ന് വിചാരിച്ചിട്ടില്ല. എന്തൊക്കെ തള്ള പറയണം. തള്ളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചല്ലോ അപ്പൻ്റെ കയ്യിലെ പൈസക്ക് BM ഉണ്ട്, BM എടുത്ത് 18 വയസ്സായപ്പോൾ അതായതാന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കേട്ടുണ്ടാക്കിന്ന് ചിലപ്പോൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ അങ്ങോട്ട് തള്ളാൻ തുടങ്ങിയിട്ട് അവൻ്റെ ചിക്കി UKയിലാണ്. അവന് കുറേ പ്രപ്പോസ് തന്നെയുണ്ട്. പിന്നെ അവൻ്റെ തള്ളെല്ലാം പൊളിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഇങ്ങനെ പറഞ്ഞേക്കെ BM-ന് 40 മൈലേജ് കിട്ടുകൊണ്ടെന്ന്, 35-40 മൈലേജ് കിട്ടുകൊണ്ടെന്ന്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. BM-ന് 40 മൈലേജ്. ഞാൻ പറയും BM-ന് ഈ വണ്ടിക്ക് ഈ വാഗനറിന് കിട്ടില്ല എന്ന് പറഞ്ഞ് 40-35. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു BM അങ്ങനെയാണെങ്കിൽ നമുക്ക് BM എടുത്തിട്ട് യൂബർ ഓടാറുന്നല്ലോ ഇവിടെ. വെറുതെ ഒരു മര്യാദ ഇല്ലാത്ത തള്ളാണ്. തള്ളട്ടെ അവൻ, ഒരു മര്യാദ വേണ്ടേ തള്ളല്. അവസാനം ഒരു കണക്കിനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്. തള്ളെന്ന് പറഞ്ഞാൽ അവൻ പറയണ എല്ലാം തള്ളാന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഗതികേടിന് നമ്മ മറ്റേ നീർക്കോലി മതിയല്ലോ, അത്താഴം മുടങ്ങാനെന്ന് പറയൂലേ, ആ സീനിൽ ഇവൻ്റെ തള്ളെല്ലാം കേട്ട് കുറച്ച് നേരം ഇരുന്നേച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നേച്ച്. എന്നിട്ട് അവന് യൂബറിൽ വന്ന് 200 രൂപ കൊടുക്കാൻ വേണ്ടി ഉണ്ടായില്ല. എന്നിട്ടാണ് ഇത്രയും തള്ളു തള്ളിക്കൊണ്ടിരുന്നത്. വേറെ ആരാനെയൊക്കെ വിളിച്ചു ചോദിച്ചിട്ടാണ് മേടിച്ചിട്ട് തന്നത്. എന്ത് പറയാനെ, യൂബറുകാരുടെയൊക്കെ ഒരു ഗതികേടേ. ഇതൊക്കെ കേൾക്കേണ്ടി വന്ന അവസ്ഥ. പിന്നെ വഴിക്ക് പിന്നെ അവൻ CNG അടിക്കാൻ സമ്മതിച്ചുകൊണ്ടിട്ട് ആ ഒരു ഗുണമുണ്ടായി. അതുകൊണ്ടിട്ട് പിന്നെ ഇതെല്ലാം കേട്ട് സഹിച്ചങ്ങാണ്ട് ഇരുന്നേച്ചു. ഒരു കണക്കിന് കൊണ്ടൊന്ന് ഇറക്കി വിട്ടത്. ഇത് അടുത്ത ട്രിപ്പ് അപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ CNG ഒക്കെ വന്ന വഴിക്ക് അടിച്ച് ഫുള്ളാക്കി കേട്ടാ. ഇനിയിപ്പോൾ ചറപറ ഓടാം. അങ്ങനത്തെ ആ ചെറിയ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 717 രൂപ. ഞാൻ CNG അടിക്കാൻ കയറിയപ്പോൾ പമ്പി വെച്ചൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അപ്പോൾ നൈറ്റ് ഓടണേന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറയും ഇന്നലെ രാത്രി ഫുള്ള് വെറുതെ ഒരു രക്ഷയില്ലാത്ത ഓട്ടമായിരുന്നു, പേടിച്ചിട്ട് ആപ്പ് ഓഫ് ചെയ്തിട്ടേക്കണേന്ന്. ഒരു രക്ഷയില്ലാത്ത ഓട്ടമാണ്. ഇപ്പോൾ ഈ ഒരു ടൈമാണെങ്കിലും പെട്ടെന്ന് തന്നെ ട്രിപ്പ് അടിക്കും. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും പെട്ടെന്ന് തന്നെ ട്രിപ്പ് അടിക്കും. ഒരു ഉച്ച ടൈമൊക്കെ ആണെങ്കിൽ ഇത് കണ്ടില്ലേ, 1:30 ആയിട്ട് ഇതാണ്. എറണാകുളത്ത് അത്യാവശ്യം ഇതുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഈ കുന്നത്തുനാട്, ആലുവ, ആ ഒരു ഏരിയയിലൊക്കെ ഇത് കണ്ട സർജുള്ളതാണെന്നല്ല. കൊച്ചിയിലും ഉണ്ടാവും. എന്താ ഫോർട്ട് കൊച്ചിയാണ് ഈ കാണുന്നത്. ഫോർട്ട് കൊച്ചിയിൽ അത്യാവശ്യം സർജുണ്ട്. ഓട്ടത്തിന് ക്ഷാമമൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകിട്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഈ രാവിലെ ഇപ്പോൾ ഞാൻ മേനകട അവിടെ ചെന്നിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയാൻ നേരത്തില്ലേ നല്ല ബ്ലോക്ക് ആയിരിക്കും. അങ്ങോട്ട് അടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ട്രിപ്പും ഉണ്ടാവും. ട്രിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല ബ്ലോക്കും ഉണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എല്ലാവരുടെയും ഈ അക്സെപ്റ്റൻസ് റേറ്റിങ്ങും എല്ലാം കുറയും എന്തായാലും ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ടിട്ട്. റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കും, പക്ഷെ ഊബറിൽ അടിച്ച് ചെയ്യാൻ നേരത്തായിരിക്കും അടിക്കണത്. കണ്ടില്ലേ, റാപ്പിഡോയിലും സർജായി കിടക്കണേ ഫുള്ള്. അത്യാവശ്യം എല്ലാ ഏരിയയിലും വൈറ്റില, കടവന്ത്ര എല്ലായിടത്തും അത്യാവശ്യം സർജ് ഉണ്ട്. പക്ഷേ റാപ്പിഡോയിൽ നമുക്ക് ഈ ഊബർ അടിക്കണ പോലെ ഇങ്ങനെ സവർ പോലെ അടിച്ചിട്ടിരിക്കില്ല. കുറച്ച് ടൈം എടുത്തൊക്കെ അടിക്കുള്ളൂ. പിന്നെ കേരള സവാരി ഇപ്പോൾ ഈ സർജുള്ള സമയത്ത് നമ്മൾ കൂടുതൽ റാപ്പിഡോ ഊബർ ഓടണേ നല്ലത്. കാരണം അപ്പോൾ നമുക്ക് റേറ്റ് കൂടുതലുണ്ടാവും. കേരള സവാരിയിൽ വലിയ റേറ്റിന് വ്യത്യാസം വരില്ല. ഇപ്പോൾ
രാവിലെ തന്നെ എനിക്ക് 300 സംതിങ് അടിച്ച 12 കിലോമീറ്ററാണ്. പക്ഷേ മറ്റേ എറണാകുളത്ത് നിന്നപ്പോൾ അവിടെ സർജൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഇപ്പം ഞാൻ വന്നത് 14 കിലോമീറ്റർ എന്തോ 200 എത്രയാണ് ഇതിന് മുന്നത്തെ ട്രിപ്പ് 250 വേണ്ട. രാവിലെ 12 ട്രിപ്പ് 333 രൂപ കിട്ടി. അത് കഴിഞ്ഞിട്ട് 14 ട്രിപ്പിന് 251 രൂപ കിട്ടിയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാ പറഞ്ഞത്, സർജറിലെ ഏരിയയിൽ നിന്ന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇത് ഇവിടെ നിന്ന് തന്നെ ഞാൻ മെട്രോ സ്റ്റേഷനിലാവുകൊണ്ടൊന്ന് നേരത്തെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തത്. അപ്പം തന്നെ ഇത് അവിടെ നിന്ന് തന്നെ ഒരു 2 മിനിറ്റ് നമ്മുടെ എങ്ങോട്ടാണ് മരടിലേക്ക് കുണ്ടന്നൂരിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ എമൗണ്ട് കാണിച്ചേക്കണം. സർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഊബറിൻ്റെ റേറ്റാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന ട്രിപ്പിലൊക്കെ എല്ലാം കാണിക്കണം. വൈകിട്ടാകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ എന്തായാലും ട്രിപ്പിലാണെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് കിടക്കേണ്ടി വന്നില്ല. നമുക്ക് ഒരെണ്ണം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഒന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതാണ്. പെട്ടെന്ന് തന്നെ എനിക്കിപ്പോൾ കിട്ടി. അങ്ങനെയും കിട്ടുകൊണ്ട് അത് നമ്മൾ ചെല്ലണ ഒരു ഏരിയയൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ എറണാകുളത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടപടയൊന്നും പറഞ്ഞ് ഇങ്ങനെ അടിച്ചിട്ട് തന്നെ ഇരിക്കും. ഫോറമ്മിലേക്കായിരുന്നു ആ ട്രിപ്പ്. വലിയ ഫെയറൊന്നും ഉണ്ടായില്ല കേട്ടോ. നഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്നലത്തെ അത്രയും ഓട്ടം ഇന്ന് ശരിക്കും പറഞ്ഞില്ലേ. ഇന്നലെ ഇന്നലത്തെ അത്രയും ബ്ലോക്കും ഇല്ല കേട്ടോ. റോട്ടിൽ ബ്ലോക്കും കുറവാണ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ. ഇന്നലെ ഒരു രക്ഷ ഉണ്ടായില്ല. ബ്ലോക്കാണെങ്കിൽ എല്ലായിടത്തും ബ്ലോക്കും, ട്രിപ്പാണെങ്കിൽ വെറുതെ അടിച്ചടിച്ചിട്ട് തന്നെ ഇരിക്കണായിരുന്നു ഫുൾ ടൈം. ഉച്ചക്കും രാവിലെയും രാത്രിയും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഇച്ചിരി റോട്ടിലോടിക്കാൻ സമാധാനമുണ്ട്. അത് മതി നമുക്ക് മെയിനായിട്ട്. സമാധാനമാണല്ലോ ഏറ്റവും വലുത്. പിന്നെന്താ, ട്രിപ്പ് അടിക്കും. ഇപ്പം തന്നെ അടിക്കും. അടിക്കാണ്ട് ഇവിടെ പോകാൻ കുറച്ചൊന്ന് പുറത്തേക്ക് മാറ്റിയിടേണ്ടി വരും. മെയിൻ സാധനമെല്ലാം നിരത്തിയിട്ടേക്കണം. 2 PM മറ്റത്ത് മെയിൻ സാധനം എന്താ ഇടയ്ക്ക് അടിപൊളിയാണല്ലേ. അങ്ങപ്പോ പിന്നെയും ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ തൊട്ടടുത്തന്ന് തന്നെ തൈക്കുടത്തേക്കാണ്. 4 കിലോമീറ്റർ അങ്ങനെ എന്താ കാണിച്ച. ഫെയർ നോർമൽ ഫെയറാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യട്ടെ. ഫോറമാളി ഇന്നപ്പോൾ ഇവിടെ നിന്ന് അടിച്ചത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇത് എടുക്കാമെന്ന് ഓർത്ത്. ഫോറമിൻ്റെ അവിടെ നിന്ന് ഡെക്കാത്ലോണിലേക്കായിരുന്നു ആ ട്രിപ്പ് അടിച്ചത്. 6 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. അതിൽ 133 രൂപ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. നമ്മൾ പിക്ക് ചെയ്തിട്ടൊരു 5 മിനിറ്റ് കറക്റ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. 3 കിലോമീറ്റർ ഇല്ല, 3 കിലോമീറ്റർ താഴെയുള്ളു ഇവിടം വരെ. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് ഇങ്ങനെ കിട്ടിയേക്കണതൊക്കെ ചെറിയ ചെറിയ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 1000 രൂപ ആവണതേ ഉള്ളൂ. അത്യാവശ്യം വലിയ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 250 രൂപ ട്രിപ്പൊക്കെ ആണെങ്കിൽ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ 1000 വേണ്ടി. നമുക്ക് ഇന്നൊരു ഈ പറഞ്ഞ 133 150 ആ റേഞ്ചിലെ ട്രിപ്പ് ഇന്ന് 2-3 എടുത്തെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാൻ. ആലുവൊക്കെ ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. 27 കിലോമീറ്റർ. ഇതിൽ 2.9 കിലോമീറ്റർ കാണിച്ചു വേണം. പക്ഷെ ഇത് ഈ യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കണ്ട നമ്മ പട്ടേന്ന് പറഞ്ഞ അവിടെ എത്തും. ആ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ്. ഈ യൂട്ടേൺ മാപ്പിൽ കാണിക്കാനില്ല. എന്തായാലും ഈ യൂട്ടേൺ എടുത്താൽ പോകാം. ആ യൂട്ടേൺ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 170 മീറ്ററുകൾ ഈ കാണുന്ന എവിടെ ഈ കാണുന്ന യൂട്ടേൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 കിലോമീറ്റർ കാണിച്ച സ്ഥലത്ത് ഇപ്പോൾ കണ്ട ഒരു 170 മീറ്ററുകൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്കപ്പൊക്കെ കുറച്ച്, അതേപോലെ തന്നെ ഡ്രോപ്പ് ആണെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കുറച്ചും കൂടി 1-2 കിലോമീറ്ററൊക്കെ ഇതേപോലെ ലാഭമൊക്കെ കിട്ടും. എന്തായാലും ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ പുള്ളിനാ. പെട്ടെന്ന് തന്നെ എന്തായാലും ഡ്രോപ്പ് ചെയ്യട്ടെ. ബ്ലോക്ക് ആവണതിന് മുമ്പ്, റോഡിലൊക്കെ തിരക്കാണതിന് മുമ്പ് പെട്ടെന്ന് തന്നെ പരിപാടി നടത്തിയിട്ട് നിർത്താനുള്ള പരിപാടി നോക്കാളെ. പഠിച്ചോണ്ടിരിപ്പുണ്ട്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത ആ ട്രിപ്പ് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഉള്ളേരിയയിലേക്കായിരിക്കും അടിക്കണത്. നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. പിന്നെ 1-2 അടിച്ച്. പക്ഷെ അതെ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരും കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ടിട്ട് നൈസായിട്ട് നമുക്ക് ഒന്ന് ഫോട്ടോജി ഡെസ്റ്റിനേഷൻ ഇട്ട് നോക്കാം. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് അടിക്കും. ഇല്ലെന്നാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിലും ഉള്ളേരിയയിലായിട്ടൊക്കെ പോയാലും ട്രിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടം നിർത്തും. അങ്ങനെ ഒരു പ്ലാനാണ്. ഇപ്പോൾ കണ്ട ഈ ട്രിപ്പിൽ നമുക്ക് ഒരു എത്ര 463 രൂപ കിട്ടി. ഒരു 40-50 രൂപ അയാൾ കൂടുതലും തന്നു. ഒരു 500 രൂപ കിട്ടി നമുക്ക് ഈ ട്രിപ്പിൽ. 27 കിലോമീറ്റർ ഓടാണ്ടായി. നോർമൽ റേറ്റ് ആണത്. പിന്നെ അപ്പോൾ നമ്മുടെ പെട്ടെന്ന് എമൗണ്ട് വലിയ ട്രിപ്പ് എടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എമൗണ്ട് മാറിയാണ്ടില്ലേ. നമ്മൾ ഈ കുഞ്ഞു ട്രിപ്പ് എടുത്തിട്ടുണ്ടിരുന്ന സമയത്ത് നല്ല ട്രിപ്പ് തന്നെ നോക്കി എടുത്ത് വെച്ചെങ്കിൽ പെട്ടെന്ന് നമ്മുടെ എമൗണ്ട് കൂടിയാണ്. പിന്നെ ഞാൻ വെറുതെ ഒന്നാമത് ഫുള്ള് അക്സെപ്റ്റിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ
ഇപ്പോൾ ഈ പീക്കായ കൊണ്ടിട്ട് കുറേ ട്രിപ്പ് എടുക്കാനുള്ള കുറേ ക്യാൻസലേഷനൊക്കെ ചെയ്യണ്ട. അപ്പോൾ അത് കാരണം കിട്ടിയതൊക്കെ അങ്ങോട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ അടിക്കുമായിരിക്കും. ഞാൻ ഇപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണ കൊണ്ടിട്ട് ഇനി എല്ലാ ട്രിപ്പും അടിക്കില്ല. ആ ഡയറക്ഷനിലേക്കുള്ള ട്രിപ്പ് മാത്രമേ അടിക്കുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതേ ഒരു ട്രിപ്പ് അടിച്ചാണ് കേട്ടാ, എളംകുളം ഗോപിക. നമ്മുടെ ആലുവയിൽ തന്നെ അടിച്ചത്, പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കട്ടെ. സാധാരണ ഇവിടെ നിന്ന് എളംകുളത്തേക്ക് ട്രിപ്പ് അടിക്കാൻ വളരെ കുറവാണ്. കാരണം ഇത് ഓൾറെഡി മെട്രോ സ്റ്റേഷനാണ് ആലുവ. പിന്നെ എളംകുളത്തും മെട്രോ സ്റ്റേഷനുണ്ട്. സാധാരണ ആരും അങ്ങനെ ബുക്ക് ചെയ്യാറില്ല. നോർമൽ ബുക്ക് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ഗുണമായിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ജസ്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ അവിടെ നിന്ന് എളംകുളത്തേക്ക്. ഇനി എളംകുളത്ത് എവിടെയാണ് പോകാനുള്ളതെന്ന് അറിയില്ല. എന്നാലും അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോക്കൊക്കെ പോകാനാണെങ്കിൽ ഇവർക്ക് നിസ്സാര ചിലവല്ലേ വരുള്ളൂ. ഇത് കണ്ടില്ലേ, ആ കാണുന്ന മെട്രോ സ്റ്റേഷൻ. വിൽക്കാനുള്ളത് ഇവിടെ നിന്ന്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വലിയ ഭാരപ്പെട്ട കാര്യമൊന്നും ഇറക്കണ്ട. നമുക്ക് എന്തായാലും ഓട്ടം കിട്ടിയത് ലാഭമായെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കടവന്ത്രയെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാ എളംകുളത്തായിരുന്നു. കറക്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്തായാലും അങ്ങനെ ബുക്ക് ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ നമുക്കൊരു പണി കിട്ടി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡെസ്റ്റിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, 400 രൂപ കാണിച്ചാൽ എടുത്ത് നമുക്കൊരു 380 രൂപയെങ്കിലും കിട്ടേണ്ടതാണ്. 370 രൂപ, പക്ഷേ 317 രൂപ നമുക്ക് കിട്ടിയത്. അത് ഡെസ്റ്റിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും അങ്ങനെയായി. എന്ത് ചെയ്യാനാ. അപ്പോൾ അതെ, ഇനി നമ്മൾ ഫോട്ടോ വെച്ചിക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടേക്കണേണ്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് വേണ്ട, റാപ്പിഡോയിലൊക്കെ നല്ല സർജുണ്ട്. റാപ്പിഡോയിൽ ഞാൻ ആയിട്ടില്ല, ഓൺ ചെയ്തിട്ടേക്കാന്ന് ഓർത്താൽ. പിന്നെ നമുക്ക് 45 മിനിറ്റ്സിലേക്ക് നമുക്ക് ആ ഒരു ഏരിയയിലേക്കുള്ള ട്രിപ്പായിരിക്കും അടിക്കണത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:06 4:20. നമ്മൾ ഊബറിൽ നമ്മൾ എത്രയാണ്, ഒരു 1800 രൂപ ആയിട്ടുണ്ട്. നമുക്ക് 10-50 രൂപയൊക്കെ വരെ കിട്ടിയായിരുന്നു. 1800 രൂപ ആയിട്ടുണ്ട്. CNG ആണെങ്കിലും അത്യാവശ്യം ഹാഫ് ടാങ്ക് CNG കൂടുതലുണ്ട് നമുക്ക്. എന്തായാലും വെയിറ്റ് ചെയ്യാം. തോപ്പുംപടിക്കതേ ഒരു 6 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് അടിക്കണം കേട്ടോ. കുറച്ച് കൂടുതൽ പൈസ തരാൻ പറ്റില്ല. പറയുന്നത് 150 രൂപയൊക്കെ കാണിക്കണം. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടേക്കണം കൊണ്ടിട്ടേ ഏത് റേറ്റ് ഇട്ട് കൊടുത്താലും വരും എന്ന് ഓർത്തായിട്ട് ചെയ്യണത്. ഉഡായിപ്പാണ്. ഉഡായിപ്പിൻ്റെ കുറച്ച് മുമ്പ് എന്നെ പറ്റിച്ച്. റാപ്പിഡോയിലാണെങ്കിൽ അടിക്കണമില്ല, റാപ്പിഡോ എടുക്കാന്ന് ഓർത്തിട്ട്. എന്തായാലും ഇവിടെ തൊട്ടടുത്തുനിന്ന് തന്നെ ഉണ്ടോ പിന്നെ പിക്കപ്പ്. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. അതുകൊണ്ടൊന്ന് ഇതേ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ചുള്ളിക്കലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് തന്നെയാണ്. അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാൻ നോക്കും കേട്ടോ. നല്ല മഴ. വീണ്ടും ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതേണ്ട, നമ്മ ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അടിച്ചോണ്ടിരിക്കണേ. ഞാൻ അപ്പം നൈസായിട്ട് റിസർവേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇത് അടിക്കാം. അടുത്തത് തൃപ്പൂണിത്തറക്ക് ഇവിടെ സർജൻ കേട്ടോ. അതാണ് ഇത് ഇങ്ങനെ കാണിച്ചേക്കണം. അയ്യോ, ഉദയംപേര് ഇത് ഇതേണ്ട 18 കിലോമീറ്റർ. 6 കിലോമീറ്റർ പിക്കപ്പാ. എന്നാലും 18 കിലോമീറ്ററിന് ദയവായിട്ടില്ല. നൈസായിട്ട് ഓഫ്ലൈനിലാക്കിയില്ലെങ്കിലേ നമ്മൾ അക്സെപ്റ്റിംഗ് റേറ്റിംഗ് കുറയും. അപ്പോൾ ഒരു 5 രൂപ ആയിട്ടുണ്ട്. നമ്മൾ ആ തോപ്പുംപടിയിലേക്ക് പ്യാരിയാങ്ഷൻ്റെ അങ്ങോട്ടാണ് നമുക്ക് MG റോട്ടിൽ നിന്ന് ട്രിപ്പ് കിട്ടിയത്. അതിൽ ഒരു 6 കിലോമീറ്ററൊക്കെ പിക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കിലോമീറ്റർ നമ്മൾ അമ്പയർ നോക്കാനാണെങ്കിൽ ഇവിടെ അതെ ഒരു 6.something കിലോമീറ്റർ, 7 കിലോമീറ്റർ കൂട്ടിക്കോ പിക്കപ്പും കൂട്ടി. പിക്കപ്പ് നമ്മൾ നിന്നേച്ച അവിടെ തന്നെയായിരുന്നു. അതിൽ നമുക്ക് 154 കിട്ടി. അതായത് സർജ് എമൗണ്ട് ഒന്നുമല്ല, നോർമൽ എമൗണ്ട്. ഒരു 20 കിലോമീറ്റർ കൂട്ടാനാണെങ്കിൽ 7 കിലോമീറ്ററിന് 150 രൂപ. ആ റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഇതേ അവിടെ നിന്ന് ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതേ ഒരു ചെറിയ ട്രിപ്പും കൂടി അടിച്ച് നമ്മുടെ ചുള്ളിക്കലേക്കായിരുന്നു. അത് കിലോമീറ്റർ എത്ര, 3.something കിലോമീറ്റർ. അപ്പോൾ ഓർത്ത് അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്ത്. അങ്ങനെ നമ്മുടെ ഏണിങ്സ് നോക്കാനാണെങ്കിൽ ഒരു 2033 രൂപ ആയിട്ടുണ്ട്. നമ്മളൊരു 11 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 5:20 കഴിഞ്ഞ്. അപ്പോൾ ഇനിയും ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുന്നത്. ഇതുണ്ട, ഇനി അത്യാവശ്യം സർജായിരിക്കും. ഇനി നല്ല സർജ് ഉണ്ടാവും. ഇതുണ്ട്, എറണാകുളത്ത് ഇത്ര നേരം ഇത്രയും സർജ് ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് നല്ല സർജായിരിക്കും. കാരണം ചെറിയൊരു മഴയും കൂടി പെയ്തായിരുന്നു. ഇതാണ്ട, ഈ
റൗണ്ടിൽ കാണുന്ന എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ റേറ്റ് കൂടുതലടിക്കും നമുക്ക്. ഇവിടെ നിന്നും അടിച്ചിപ്പോൾ റേറ്റ് നല്ല ട്രിപ്പ് അടിച്ചു. പക്ഷേ ഇത് സംഭവം നമുക്ക് 5 മണി വരെ ഓടാന്നുള്ളൊരു പ്ലാനായിരുന്നു. എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് സൺഡേ ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലത്തെ വെച്ചിട്ട് ഇന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇന്നും സൺഡേ പൊതുവെ റോട്ടിലൊക്കെ ബ്ലോക്ക് കുറവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ എറണാകുളത്ത് വർക്ക് ചെയ്യണ നാട്ടിൽ പോയാന്നറിയില്ല, ഒട്ടും ബ്ലോക്ക് ഉണ്ടായില്ല. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ബ്ലോക്ക് തുടങ്ങുന്ന സമയമായിരിക്കും. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും എപ്പോഴും ഫുൾ ടൈം നല്ല സർജ് വാർന്ന് നല്ല ബ്ലോക്ക് വാർന്ന്. അതേപോലെ നല്ല ട്രിപ്പ് അടിച്ചോണ്ടിരിക്കണമായിരുന്നു. ഇപ്പം ഇന്നും കുഴപ്പമില്ല, അത്യാവശ്യം ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരിടത്തും പോയിട്ട് നമുക്ക് പോസ്റ്റ് ആകേണ്ടി വന്നില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ട്രിപ്പ് അടിച്ചോണ്ടിരിക്കൊണ്ട് വലിയ സർജിൻ്റെ റേറ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല, എന്നാലും നോർമൽ റേറ്റ് തന്നെ കിട്ടിയത്. പിന്നെ എന്താണ് ഇനിയിപ്പോൾ ഒരു 10 മണി വരെയൊക്കെ ഓടാനുള്ള വേണ്ടിയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു 5 മണി തൊട്ടിട്ട് ഒരു 10 മണി വരെയുള്ള ഗ്യാപ്പിൽ നല്ല സർജും നല്ല റേറ്റും നല്ല ട്രിപ്പും അടിക്കാൻ നമുക്ക് സെലക്ട് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു 5 മണി വരെ ഓടാന്നുള്ള മൈൻഡായിരുന്നു. കറക്റ്റ് ഞാൻ 5 മണിയായപ്പോൾ തോമ്പട്ടിലെത്തി. പിന്നെ അപ്പോഴത്തേക്ക് ചെറിയൊരു ട്രിപ്പ് ഇങ്ങോട്ടും കൂടി അടിച്ചു. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താലാന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നലത്തേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓട്ടം കുറവാണെന്നല്ല, ഇന്നലെ അത്രയും ഓട്ടം ഉണ്ടായി. ഇന്നലെ ആപ്പൊക്കെ ഓൺ ചെയ്യാൻ കൂടി പറ്റാത്ത അത്രയും അവസ്ഥയായിരുന്നു. അടിച്ചടിച്ചുണ്ടായിരിക്കണായിരുന്നു ട്രിപ്പ്. ഓണാക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പേ ഇങ്ങനെ അടിച്ചൊരു ചറപറ അടിച്ചോണ്ടിരിക്കണായിരുന്നു. ഇന്നിപ്പോൾ അത്രയില്ലെങ്കിൽ കൂടി ഒരിടത്ത് നമുക്ക് പോസ്റ്റ് ആണ്ടാക്കി തീടൊന്നും വന്നില്ല, എല്ലായിടത്തും നിന്നും ട്രിപ്പ് അടിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടാണെങ്കിലും നല്ല രീതിക്ക് അടിച്ചോണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഒരു 680 രൂപയ്ക്ക് നമ്മൾ CNG അടിച്ചു രാവിലെ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 2000 രൂപ ഓടിയാക്കിയിട്ടുണ്ട്. CNG നോക്കാനാണെങ്കിൽ ഇനിയും ഒരു ഹാഫ് ടാങ്ക് ഒക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.